അമ്പത് മാഷേ രണ്ടാഴ്ചയ്ക്ക് ശേഷം രണ്ടാഴ്ചയായില്ല ഒരാഴ്ച അല്ലേ ശേഷം നമ്മൾ വീണ്ടും ഇരിക്കുക. കഴിഞ്ഞ തവണ നമ്മൾ ഈ നമ്മുടെ ടോക്ക് അവസാനിപ്പിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെടുത്തു. ഒന്ന് മദ്രസ അധ്യാപകരുമായി ബന്ധപ്പെട്ട ഒരു വലിയ കള്ളം നമ്മൾ പൊളിച്ചു. അത് ഒരു മുസ്ലിം വിരുദ്ധ ക്യാമ്പയിനായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിംകൾക്ക് അവിഹിതമായി എന്തൊക്കെയോ കിട്ടുന്നു എന്നുള്ള ഒരു ആക്ഷേപം കുറേ ആയിട്ടുണ്ട്. അത് ചിലതിലൊക്കെ കഴമ്പുണ്ട്, ചിലതിൽ കഴമ്പില്ലാത്തതാണ്. അതിലൊന്നായിരുന്നു മദ്രസയിലെ അധ്യാപകർക്ക് വലിയ തോതിൽ ശമ്പളവും പെൻഷൻ കൊടുക്കുന്നുള്ളത്. അത് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കട്ട ഒരു കള്ളമായിരുന്നു. നമ്മളത് വസ്തുത വെച്ച് നമ്മളത് പൊളിച്ചു. പരക്കെ അത് കാണപ്പെട്ടു, ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് ആളുകൾ കാണപ്പെട്ടു. അപ്പോൾ നമ്മുടെ രസമെന്ന് പറയുന്നത്, ആദ്യമേ ഈ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഞാൻ വായിക്കുകയായിരുന്നു. അത്രയും മാത്രം കണ്ടിട്ട് നമ്മുടെ ചില മുസ്ലിം സഹോദരന്മാരെ നമ്മളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, മുഴുവൻ കാണാതെ. മുഴുവൻ കണ്ട ആളുകൾ തിരുത്തി പറയുന്നുണ്ട്, ഇടയിൽ അങ്ങനെ പറയരുത്, മുഴുവൻ കാണ്, എന്നിട്ട് വേണം അഭിപ്രായം പറയും എന്ന് തന്നെ പറയുന്നത്. ഏതായാലും നമ്മൾ ABC അങ്ങനെ ചെയ്യത്തില്ല എന്ന് കരുതി ഇരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. നമ്മുടെ നിലപാടതാണ്. നമ്മൾ യഥാർത്ഥ വസ്തുതകൾ പറയുക, സത്യം പറയുക. നമുക്കൊരു ദേശീയ മുഖമുണ്ട്, നമ്മളൊരു നാഷണലിസ്റ്റ് ചാനലാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയും. അത് പിന്നെ മറ്റൊന്നുകൂടെ നമ്മൾ പറഞ്ഞിരുന്നു, തിരുനെൽവേലിയിലെ ആ മറ്റേ ഈ ചന്ദനക്കുട ഏർവാടിയിലെ അത് സംബന്ധിച്ച് കോടതി വിധിയെ സംബന്ധിച്ചൊരു വീഡിയോയും നമ്മൾ അന്ന് ഇത് രണ്ടുമാണ് നമ്മൾ അന്ന് ചെയ്തത്. ഇത് രണ്ടും പരക്കെ കാണപ്പെട്ടു, വലിയ റീച്ച്. പക്ഷേ ചിലർക്കൊക്കെ നമ്മൾ രാവിലെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നു എന്നൊരു ചോദ്യം ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അത് കോടതി വിധിയല്ലേ, എല്ലാവരും അറിയേണ്ടതല്ലേ. നമ്മുടെ കോൺട്രിബ്യൂഷനൊന്നും അതിലില്ല. നമ്മളത് പ്രസൻറ്റ് ചെയ്തു, നമ്മൾ സംസാരിച്ചു, ഇതെല്ലാവരും അറിയണമെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മലപ്പുറത്തെക്കുറിച്ച്, ഈ മദ്രസ എന്ന് പറയുന്ന പോലെ വ്യാപകമായി മലപ്പുറം എന്ന് പറയുമ്പോൾ എന്തോ കുഴപ്പമാണ്. മലപ്പുറം സംബന്ധിച്ച് ഒരു പൊതുവേ ഉള്ളൊരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ജില്ല രൂപീകരിച്ചപ്പോൾ ഒരു മതാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു മതസംഘടനയ്ക്ക് അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ഒരു ജില്ല കൊടുത്തു എന്നൊരു ആക്ഷേപം പരക്കെയുണ്ട്. മുസ്ലിം ലീഗിൻ്റെയൊക്കെ ആവശ്യമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയൊരു ജില്ല കൊണ്ടാണ് മലപ്പുറം ഒരു വേറെ എന്തോ ആണ് എന്ന ഒരു തോന്നൽ വരുന്നത്. നമ്മുടെ പല ജില്ലകളിലും പല സമുദായങ്ങൾക്കാണ് ഭൂരിപക്ഷം. അതുപോലെ മലപ്പുറത്തും ഒരു സമുദായത്തിന് മൃഗീയ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ ജില്ല മോശമാവണമെന്നില്ല. ഇപ്പോൾ എനിക്കിത് പെട്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഈ നമ്മുടെ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന, ഇപ്പോൾ CPM ആണെന്ന് തോന്നുന്നു അദ്ദേഹം, V അബ്ദുറഹ്മാൻ, ഇപ്പോൾ മന്ത്രിയാണ്. അദ്ദേഹം മുൻ മന്ത്രി, സോറി എനിക്ക് തെറ്റിപ്പോയി, അദ്ദേഹം CPM ആണോ? CPM മന്ത്രിയാണ്. ചില CPMൻ്റെ പാർട്ടി മെമ്പർഷിപ്പൊക്കെ ഉള്ള ആളാണോ? സ്വതന്ത്രനായിരിക്കാനാണ് സാധ്യത, അല്ലേ? കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞത്. അതാണ് എൻ്റെ ഒരു സംശയം. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസം വന്ന് ഞാൻ ഓൺലൈനിൽ കാണുകയുണ്ടായി. അതായത് അദ്ദേഹം പറയുകയാണ്, ന്യൂനപക്ഷങ്ങൾ കൂടുതലായി താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ അനാവശ്യമായി കൂടുതൽ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. അത് ദേശീയ തലത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് മോശം പ്രതിച്ഛായ ഉണ്ടാക്കാൻ ഇടയാക്കുന്നു എന്നാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഓൺലൈനിൽ കണ്ടതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ. വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു ഓൺലൈൻ വാർത്തയായിരുന്നു. മറ്റു പത്രങ്ങളൊന്നും കൊടുത്തില്ല, അത് സ്വാഭാവികമായും കൊടുക്കത്തില്ല. പക്ഷേ ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് വളരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. മലപ്പുറത്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഭൂരിപക്ഷമായിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ കേസുകൾ വന്നാൽ അത് ആ സമുദായത്തിനും ആ ജില്ലയ്ക്കും മോശം പ്രതിച്ഛായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയ്ക്ക് ഒരു എക്സംഷൻ വേണമെന്നാണോ? നമ്മുടെ സാധാരണ പോലീസുകാർക്ക് വരെ ഇത്ര പെറ്റി പിടിച്ചിരിക്കണം എന്ന് പോലും നിബന്ധനയുണ്ട്. പോലീസ് എല്ലാ ജില്ലയിലും ഉണ്ട്. മലപ്പുറത്ത് ഇത്തരം കേസുകൾ വരരുതെന്ന് ഈ സർക്കാരിലെ ഉത്തരവാദപ്പെട്ട ഒരാൾ പറയുന്നത് ശരിക്കും മലപ്പുറത്തെക്കുറിച്ച് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കൂടുതൽ അവസരമല്ലേ ഉണ്ടാക്കുള്ളൂ? അത് ശക്തിപ്പെടുത്താനാണ് അത് ഇടയാക്കുക. എനിക്ക് തോന്നുന്നത് അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഇത് പറഞ്ഞ സന്ദർഭം ഏതാണെന്ന് എനിക്കറിയില്ല. ആവാനൊരു സാധ്യതയുള്ളത് ഈ ഇക്കഴിഞ്ഞ ജൂൺ 19 മലപ്പുറം ജില്ലയുടെ വാർഷികമാണ്, 55ാം വാർഷികമായിരിക്കാനാണ് സാധ്യത. കാരണം 1969 ജൂൺ 19 EMSൻ്റെ രണ്ടാം ഗവൺമെൻറ്റാണ് ജില്ല കൊണ്ടുവന്നത്. 1969 ആകുമ്പോൾ 55 കൊല്ലം കറക്റ്റാണ്. അപ്പോൾ ആ വാർഷികത്തിൽ എവിടെയെങ്കിലും ചെയ്തൊരു പ്രസംഗം ഓൺലൈനിൽ ആരെങ്കിലും എടുത്തിട്ടതാവാം, പറഞ്ഞിരിക്കാൻ സാധ്യത വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് ആ പ്രസംഗം. അത് മാത്രം കട്ട് ചെയ്ത്. പക്ഷേ ഉത്തരവാദപ്പെട്ടൊരു മിനിസ്റ്റർ ഇത് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒന്ന് അദ്ദേഹത്തിൻ്റെ കൂടി മന്ത്രിസഭയാണ്, അദ്ദേഹത്തിൻ്റെ കൂടി മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോഴല്ല, കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട്. അപ്പോൾ മാത്രമല്ല, നേരത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ഈ ജില്ല ഉണ്ടാക്കിയത്. മലപ്പുറം ജില്ല EMSൻ്റെ കാലത്താണ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയ കാലത്ത് അതിന് ചില പ്രശ്നം, സാറ് പറഞ്ഞ പ്രശ്നം അന്ന് തന്നെ EMS ഉന്നയിച്ചിട്ടുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 67ൻ്റെ വരവും ചെലവും എന്ന തരത്തിൽ EMS അന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. 69 കഴിഞ്ഞപ്പോൾ ആ EMS 2 തവണയും പൂർത്തിയാക്കിയിട്ടില്ലല്ലോ. 57ലും പൂർത്തിയാക്കിയിട്ടില്ല, 67ലും പൂർത്തിയാക്കി. 69 ഏതാണ്ട്
69 ലാസ്റ്റ് പിരിച്ചുവിട്ടല്ലോ. അപ്പോൾ അതിൽ അന്ന് EMS പറയുന്നുണ്ട്, ഈ 67 മുസ്ലിം ലീഗിനെ കൂട്ടി ഭരിച്ചതുകൊണ്ടുണ്ടായ ഗുണവും ദോഷവും. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഏത് ജില്ലയിലും വികസനത്തിന് വേണ്ടി ജില്ലകൾ വിഭജിച്ചു എന്ന് വരും, പുതിയ ജില്ല ഉണ്ടായി എന്ന് വരും. ഏതെങ്കിലും ഒരു സമുദായത്തിന് ഭൂരിപക്ഷം വരാം. ശരി, ഏതെങ്കിലും ഒരു സമുദായത്തിന് ഭൂരിപക്ഷം വരാം. അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ജില്ല കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്നത്തെ രണ്ടു കൂട്ടരും എതിർത്തു. ഒന്ന് കോൺഗ്രസ്, കേളപ്പജിയുടെ ആര്യാടൻ്റെ രണ്ടു കൂട്ടരുടെ. കേളപ്പജി അന്ന് സീനിയറാണ്, ആര്യാടൻ ജൂനിയറാണ്. ഈ രണ്ടുപേരും ചേർന്ന് മലപ്പുറം ജില്ലയെ എതിർത്തു. മലപ്പുറത്തിൻ്റെ തീരദേശം പാകിസ്ഥാനുമായിട്ട് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്, വെറുതെ വന്നതല്ല. ജനസംഘവും എതിർത്തു അന്ന്, ഭാരതീയ ജനസംഘവും എതിർത്തു, പ്ലസ് കോൺഗ്രസും എതിർത്തു. അപ്പോൾ അവരന്ന് പറഞ്ഞത് പുതിയ അറിവാണ് കേട്ടോ. മലപ്പുറം ജില്ലയുടെ ഫോർമേഷനെ കോൺഗ്രസ് പാർട്ടി എതിർത്തിരുന്നു എന്നത് ശക്തമായിട്ട് എതിർത്തിരുന്നു. കാരണം അതിന് കാരണം രണ്ട് കാരണം ചരിത്രപരമായ കാരണങ്ങളുണ്ട് അതിന്. ഒന്ന് 56 കേരളം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അന്ന് മദ്രാസ് അസംബ്ലിയിൽ മുസ്ലിം ലീഗ് കൊണ്ടുവന്ന ഒരു പ്രമേയം, ഞങ്ങൾക്ക് ഭാഷാ സംസ്ഥാനമല്ല വേണ്ടത്, മലബാർ ഒരു മാപ്പിളസ്ഥാനാക്കി മാറ്റണം എന്നൊരു വാദം കൊണ്ടുവന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ മനസ്സിൽ ഈ ഒരു സാധനമുണ്ട്, പാർട്ടീഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പാർട്ടീഷൻ മീൻസ് ഒരു തനത് വാദം ഉണ്ടല്ലോ, ഒരു സെപ്പറേറ്റിസം എന്ന് പറയുന്ന ഒരു സാധനം. അല്ല, സെപ്പറേറ്റിസം അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകലാണോ? അങ്ങനെ ആവണമെന്നില്ല. പിന്നെ എങ്ങനെ മാറി നിൽക്കാൻ പറ്റും? ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു മാപ്പിളസ്ഥാനായിട്ട് എങ്ങനെ നിൽക്കാൻ പറ്റും? അത് എനിക്ക് തോന്നുന്നു യാതൊരു പ്രായോഗികതയില്ലാത്തൊരു വാദം. അതിന് അന്ന് അനുകൂലമായൊരു സാധനം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പാകിസ്ഥാൻ വാദത്തെ ആദ്യം അനുകൂലിച്ച പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനെന്താ കാരണം? മാത്രമല്ല, ഇന്ത്യ എന്നൊരു രാജ്യമില്ല, എന്തോ 15-16 ദേശീയതകളാണ് ഇവിടെ ഉള്ളത്. ഉപദേശീയതകൾ. അപ്പോൾ സാംസ്കാരിക ഉപദേശീയതകളുടെ സ്വയം നിർണയാവകാശം എന്നൊരു ഇന്ത്യ വിഘടിച്ചു പോകണമെന്നാണ് സഖാവ് ജി അധികാരി ആണ് ആ തിസീസ് അവതരിപ്പിച്ചത്. അധികാരി തിസീസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ തിസീസിൻ്റെ പുറത്ത് എൻ്റെ കാരണന്മാരൊക്കെ, ഞങ്ങളുടെ നാട്ടിലെ മുതിർന്നവരൊക്കെ പറയുന്ന കാര്യം, 1946 കാലത്ത് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ലീഗ് നേതാവ് ലിയാഖത്ത് അലി ഖാൻ മഞ്ചേരിയിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ 3-4 പേരുണ്ടായിരുന്നുള്ളൂ. മലബാറിലൊന്നും വലിയ പിന്തുണ അവർക്ക് അന്നും കിട്ടിയിരുന്നില്ല. പാകിസ്ഥാൻ വാദത്തിന് മുസ്ലിം ലീഗിന് അടിയൊഴുക്കുള്ളപ്പോൾ വലിയ അടിത്തറയുള്ളപ്പോഴും പാകിസ്ഥാൻ വാദത്തെ പിന്തുണച്ചിരുന്നില്ല. പക്ഷേ ലിയാഖത്ത് അലി ഖാൻ സിന്ദാബാദ്, പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ട് അവരെ സ്വീകരിക്കാൻ പോയിരുന്നത് സഖാവ് ഇമ്പിച്ചി ബാവയും കൂട്ടരും കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിർദ്ദേശമുണ്ട് പാകിസ്ഥാൻ വാദത്തെ അനുകൂലിക്കണം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് ക്ലിയർലി മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിന്ന ചോദിച്ചത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് സാംസ്കാരിക ഉപദേശീയതകൾ. ഇപ്പോൾ ഫലത്തിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് നോക്കുമ്പോൾ ജിന്ന ആവശ്യപ്പെട്ടതും അതൊക്കെ തന്നെയാണ്. അല്ല, ജിന്നക്ക് മതം എന്ത്? ജിന്നക്ക് മുസ്ലിം കൾച്ചറൽ ഒരു ദേശീയതയുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവാനുള്ള അധികാരം. മാത്രമല്ല, ഒരു സുന്നി രാജ്യത്തെ ഷിയ പ്രധാനമന്ത്രിയായിരുന്നു ജിന്ന. തീർച്ചയായിട്ടും ഷിയ ആയിരുന്നല്ലോ ജിന്ന, അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ജിന്നക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നേ. അദ്ദേഹം ഷിയ ആയിരുന്നു, സുന്നികളായ മഹാഭൂരിപക്ഷം വരുന്ന സുന്നികളുടെ നേതാവായിരുന്നു, പാർസി പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. ഇതെല്ലാം കൂടി ചേർന്നൊരു മിക്സ് ആയിരുന്നു അദ്ദേഹം. ഓട്ടെ, ഞാൻ പറയുന്നത് ഇത് അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഒന്ന് പാകിസ്ഥാൻ വാദം നിലനിൽക്കുക, അങ്ങനെ പാരമ്പര്യം 46 സ്വാതന്ത്ര്യാനന്തര കാലം തൊട്ട് നിലനിൽക്കുക. 56 ഭാഷാ സംസ്ഥാനം വന്നപ്പോൾ മാപ്പിളസ്ഥാൻ വേണമെന്ന് മദ്രാസ് അസംബ്ലിയിൽ ആവശ്യപ്പെടുക. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് ഒരു സവിശേഷ ജില്ല വന്നാൽ അതൊരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായാൽ, മാത്രമല്ല പാകിസ്ഥാൻ വാദത്തിന് പിന്തുണച്ച മുസ്ലിം ലീഗിൻ്റെ മലബാർ ജില്ലാ പ്രസിഡൻ്റായിരുന്ന സത്താർ സേട്ട് ഒരുപക്ഷെ ഈ ഇന്നത്തെ കേരളത്തിൽ നിന്ന് ഒരേ ഒരാളെ അന്ന് മലബാറിലേക്ക് അറിയപ്പെടുന്ന ഒരാൾ പോയിട്ടുള്ളൂ. അല്ലാത്ത ഒരു കച്ചവടക്കാരൊക്കെ പലരും പോയി അവിടെ സിറ്റിസൺഷിപ്പൊക്കെ വാങ്ങി കൂടിയിട്ടുണ്ട് കേട്ടോ. കറാച്ചിയിലൊക്കെ ബിസിനസ് ചെയ്തിരുന്ന ആളുകൾ. അല്ലാത്തവർ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരൻ പോയത് സത്താർ സേട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് ഒരു ജില്ല സെപ്പറേറ്റ് വന്നാൽ ഉണ്ടാകാവുന്ന, ഇപ്പോൾ ചരിത്രം വെച്ചുകൊണ്ട് ഇവരുടെ ആശങ്കകളാണ്. കിളപ്പജിക്കേണ്ടത് അതുണ്ടായിരുന്നു, ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ജില്ല കൊടുക്കേണ്ടി വന്നത്. ഇപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുക 67, മുസ്ലിം ലീഗ് ഇവരുടെ കൂടെ ഇരിക്കുക, നമ്പൂതിരിപ്പാടിൻ്റെ കൂടെ EMSൻ്റെ കൂടെ ഭരിക്കുക, മുസ്ലിം ലീഗിൻ്റെ ആവശ്യപ്രകാരം ഒരു ജില്ല ഉണ്ടാക്കുക. EMS പിന്നീട് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിന് വഴങ്ങി എന്ന പ്രചാരണം വലിയ തോതിൽ വന്നു.
ന്യായമായ ഭരണപരമായ കാരണങ്ങളാൽ ഭരണപരമായ തീരുമാനം എടുത്തിട്ടാണ് ജില്ല വന്നത്. എങ്കിലും മുസ്ലിം ലീഗിൻ്റെ ആവശ്യത്തിന് വഴങ്ങി എന്ന് വന്നു. മാത്രമല്ല ആ ഗവൺമെൻറ് എടുത്ത് 67 ഗവൺമെൻറ് എടുത്ത എല്ലാ തീരുമാനങ്ങളും മുസ്ലിം ലീഗിൻ്റെ കണക്കിൽ എഴുതപ്പെട്ടു. എന്തിന്? 70 അത്ഭുതകരമായ ചില കാര്യങ്ങളുണ്ട്. ഈ ലീഗിൻ്റെ ചരിത്രം നോക്കിയാൽ ഭയങ്കര രസമാണ്. 1969 EMS എല്ലാ നടപടികളും പൂർത്തിയാക്കി പോയതാണ് ഭൂപരിഷ്കരണത്തിൻ്റെ. 70 അച്യുതമേനോൻ ഈ ഗവൺമെൻറ്റിനെ പോയിട്ട് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് നടപ്പാക്കുന്നത് 70 ജനുവരി 1-ന്. ആ ഭൂപരിഷ്കരണത്തെ ഇത് ആദ്യം കൊണ്ടുവന്ന ഗൗരിയമ്മ നിയമസഭയിൽ കൊണ്ടുവരുമ്പോൾ മുസ്ലിം ലീഗ് പ്രതിപക്ഷത്താണ്. 57 8 പേര് മുസ്ലിം ലീഗ് പ്രതിപക്ഷത്താണ്. 57 നിയമസഭയിൽ ശക്തിയുക്തം എതിർത്തതാണ്. മാത്രമല്ല മലബാറിലെ മുസ്ലിം പണ്ഡിതന്മാരെ കൂട്ടുപിടിച്ച് പാട്ടം എന്ന് പറയുന്ന ഒരു കരാറാണ്. പാട്ടത്തിനെടുത്ത ഭൂമി ജന്മിക്ക് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. വിശ്വാസികൾ ഒരിക്കലും 10 സെൻറ്റ് പോലും കയ്യിൽ വെക്കരുത് എന്ന് പറഞ്ഞ് ഫത്വകൾ പുറപ്പെടുവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ മുസ്ലിം ലീഗ് പക്ഷേ 67 ഭൂപരിഷ്കരണം 69 ഭൂപരിഷ്കരണം പൂർത്തിയായപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ ഭൂപരിഷ്കരണം നടപ്പാക്കിയതായി എന്ന് പറഞ്ഞാൽ അന്ന് വരെ പ്രമാണിമാരായ മുസ്ലിം നേതാക്കന്മാരെ ലീഗിലുള്ളൂ. നാട്ടുപ്രമാണിമാർ, അധികാരിമാർ, അവരുടെ ചിങ്കിടികളും അവരുടെ പണിക്കാരും കുടിയാന്മാരുമാണ് പിന്നെ ലീഗിൻ്റെ ആൾബലം. മനസ്സിലായോ? അതിന് പകരം 69 കഴിഞ്ഞപ്പോൾ ഈ ഭരണം കഴിഞ്ഞപ്പോൾ ലീഗും ശക്തിപ്പെട്ടു. ലീഗ് പാവങ്ങളെ കൂടി ചേർത്ത് പിടിച്ചു. നിങ്ങൾക്ക് 10 സെൻറ്റ് തന്നത് നമ്മളാട്ടോ എന്ന് പറയാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അവസാനം ഇതിനോട് ചേർത്ത് പറയേണ്ട കാര്യം അബ്ദുറഹ്മാൻ മിനിസ്റ്ററുടെ പ്രസ്താവന വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അതെ, മലപ്പുറം ജില്ല സ്നേഹിച്ച് നക്കിക്കൊല്ലുന്ന പോലെ ആയിപ്പോയി. ആ മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ മലപ്പുറം ജില്ലക്ക് എന്തെങ്കിലും പ്രോമിനൻസ് ഉണ്ടെങ്കിൽ ചരിത്രത്തിൽ അത് ഉണ്ടാക്കി കൊടുത്തൊരു പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി എല്ലാ അർത്ഥത്തിലും. ആ പാർട്ടി ഇപ്പോൾ പറയുമ്പോൾ അദ്ദേഹം പരിശോധിക്കേണ്ട ഒരു കാര്യം, ഉത്തരവാദപ്പെട്ട ഒരാളാണ്. ആഭ്യന്തര വകുപ്പ്, മലപ്പുറം ജില്ലയുടെ പിതൃത്വം ഉൾപ്പെടെ ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം, മന്ത്രിയാണ്. അദ്ദേഹം പറയേണ്ടത് മലപ്പുറം ജില്ലയിൽ കുറ്റകൃത്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുണ്ട്, മഹാഭൂരിപക്ഷം കുറ്റവാളികൾ ആരാണ്? സാറിനോട് ഞാൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഞെട്ടലോടെ കണ്ടൊരു കാര്യമുണ്ട്. ഇക്കഴിഞ്ഞ റംസാൻ മാസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞങ്ങൾ റമദാൻ എന്ന് പറയും. ഞങ്ങളൊരു വിശ്വാസം ഒരു പാപവും അറിയാതെ പോലും ചെയ്യാൻ പാടില്ലാത്ത പുണ്യങ്ങൾ മാത്രം ചെയ്ത് അടങ്ങി ഒതുങ്ങി, എന്നുവെച്ചാൽ വാക്കുകൾ പോലും ഏതെങ്കിലും ആരെങ്കിലും മുറിപ്പെടുത്താൻ പാടില്ല, വാക്കുകൾ ചുരുക്കി, അങ്ങനെയാണ് സാധാരണ പറയുക. ഈ ഏറ്റവും കുറച്ച് സംസാരിച്ച് പുണ്യപ്രവൃത്തികൾ മാത്രം ചെയ്ത് പരമാവധി ദാനം ചെയ്ത് ഈ ദൈവത്തിന് ജപം ചൊല്ലി ഇരിക്കേണ്ട ഒരു ആ മാസത്തിൽ മലപ്പുറം ജില്ലയിൽ പിടിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് ഇക്കഴിഞ്ഞ റംസാൻ മാസത്തിലെ കണക്കായും പറയണം. ഞാൻ മലയാള പത്രങ്ങളുടെ മാത്രം കണക്കെടുത്ത് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കടത്ത് പിടിക്കപ്പെട്ട കാലമാണ്. 1-2 കേസിൽ ബംഗാളികൾ ഒഴിച്ചാൽ ബാക്കി മുസ്ലിം ചെറുപ്പക്കാരാണ്. ആരായതിന് ഉത്തരവാദി? അബ്ദുറഹ്മാൻ മിനിസ്റ്റർ സംസാരിക്കേണ്ടത് ഇത് മുസ്ലിം സമുദായം എന്തുകൊണ്ട് പുണ്യമാസത്തിൽ പ്രത്യേകതയൊന്നുമില്ല, കള്ളന്മാർക്കും കൊലയാളികൾക്കും മയക്കുമരുന്ന് കടത്തുകാരും കള്ളക്കടത്തുകാരും ഒന്നുമില്ല. അപ്പം ആ സമുദായം കുറ്റകൃത്യം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ സമുദായം പുണ്യപ്പെട്ട അല്ലെങ്കിൽ പുണ്യം അവകാശപ്പെടാവുന്ന അല്ലെങ്കിൽ മേന്മ അവകാശപ്പെടാവുന്ന അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കാത്ത നീതിപക്ഷത്ത് നിൽക്കുന്ന ഒരു മതമാണെങ്കിൽ സമുദായമാണെങ്കിൽ അതാരാ പരിശോധിക്കേണ്ടത്? അവരോടാ പറയേണ്ടത്. അല്ലാതെ പോലീസ് വകുപ്പ് കേസ് വന്നാൽ കേസെടുക്കും. അതിലെന്താ തെറ്റുള്ളത്? അല്ല, ഇത് ഈ പറഞ്ഞ പോലെ മാഷ് പറഞ്ഞതുപോലെ ഇത്തരം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടുതലായി മലപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിൽ കേസെടുക്കരുത് എന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുമല്ലേ? അതാ മന്ത്രി പറയുമ്പോൾ അത് ഭയങ്കര അപകടമാണ്. അതാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണത്, അവർക്ക് ചൂട്ടുപിടിക്കുന്നതിന് തുല്യമാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കുറ്റകരമായ പ്രസ്താവനയാണ് അങ്ങനെയാണെങ്കിൽ. മലപ്പുറം ജില്ലയോട് പ്രത്യേകിച്ച് കേരള പോലീസിന് എന്തെങ്കിലും വിവേചനം കാണിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് അബ്ദുറഹ്മാൻ മിനിസ്റ്റർ ഉൾപ്പെടെ ഇരിക്കുന്ന മന്ത്രിസഭയാണ് നാട് ഭരിക്കുന്നത്. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ അല്ല, അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി പറയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം കൂടുന്നത്. കുറ്റകരമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. MLA പറഞ്ഞാലും ആരും പറയാൻ പാടില്ല. പലപ്പോഴും അങ്ങനെ ഒരു സംഗതിയുണ്ട്. എൻ്റെ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. മലപ്പുറത്തിന് എന്തോ ഒരു എന്താ പറയുക പ്രിവിലേജ്. ഇപ്പോൾ ഉദാഹരണത്തിന് മലപ്പുറത്ത് ഒരിക്കൽ ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ ക്യാമ്പയിൻ മലപ്പുറം മദ്യമുക്തമാക്കുക. പുലാമന്തോൾ പാലം കടന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പുറത്ത് പട്ടാമ്പി കയറിയ ഇഷ്ടം പോലെ കുടിക്കാം. മലപ്പുറത്ത് മദ്യഷാപ്പുകൾ ഇപ്പോൾ ഒക്കെ പോയിട്ടോ, ഇപ്പോൾ എല്ലാ മുക്കിലും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മോശമല്ലാതെ കുടിക്കുന്ന കൂട്ടരാണ് ഞങ്ങൾ മലപ്പുറത്തുകാർ. പക്ഷേ അത് പറയുമ്പോൾ ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം, മലപ്പുറത്തിന് എന്താ വിശേഷം? ഭൂമിയിൽ എവിടെയും മദ്യം പാടില്ല നിങ്ങൾ പറഞ്ഞോളൂ, മദ്യം നിരോധിക്കണം എന്ന് പറഞ്ഞോളൂ, മനുഷ്യരാരും മദ്യപിക്കരുതെന്ന് പറയാമായിരുന്നു. ഒരു കുട്ടിയോടോ ഒരു ചെറുപ്പക്കാരനോടോ അത് ഏത് സമുദായത്തിൽപ്പെട്ടവനാവട്ടെ കുടിച്ച് നശിക്കല്ലേ നിങ്ങൾക്ക് പറയാം.
മലപ്പുറത്ത് മദ്യം പാടില്ല എന്ന് പറയുന്നതിൽ എന്താ വിശേഷമുള്ളൂ? അതുപോലുള്ള ഒരു പ്രസ്താവനയാണ്, ഇത് അങ്ങേയറ്റത്ത് അപകടം പിടിച്ച പ്രസ്താവനയാണ്. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ സ്റ്റേറ്റ്മെന്റ് ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെന്റാണ് പോലീസ് ഗൗരവമായിട്ട് എടുക്കേണ്ടത്. അതെ. ഇതിന് ഇത്തരം അവിടെ അനാശാസ്യമായ കാര്യങ്ങൾ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ കേസുകളെടുത്ത് ന്യൂനപക്ഷം കൂടുതലുള്ളതുകൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിക്കരുത് എന്നൊരു മന്ത്രി പറയുക ഗൗരവമുള്ള കാര്യമാണ് സാറേ. അത് ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങളൊക്കെ എമ്പാടും കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുതലാണ് എല്ലാ കാര്യത്തിലും. അത് എന്തുകൊണ്ടാണെന്നാണ് പരിശോധിക്കേണ്ടത്. ആരാ പരിശോധിക്കേണ്ടത്? ഈ ധർമ്മം മുഴുവൻ പറഞ്ഞിട്ട് ഇത്രയും ഈ നേരം വെളുത്തിട്ട് പാതിരാ വരെ മതപ്രസംഗം നടത്തിയിട്ടും ഇവരെ ഒന്ന് ധാർമ്മികമായി ശുദ്ധീകരിക്കാൻ എന്തുകൊണ്ടാണ് കമ്മ്യൂണിറ്റിക്ക് എന്തുമാത്രം ഇല്ല? 14 സാറ് ഒന്നാലോചിച്ച് നോക്കൂ, 14 വിഭാഗം ഇസ്ലാം ഉണ്ട്. നമ്മൾ പറയുമല്ലോ ഇപ്പോൾ ന്യൂനപക്ഷം എന്ന്. മലപ്പുറത്തെ ന്യൂനപക്ഷം ഏതാണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. സുന്നികളിൽ തന്നെ 4 വിഭാഗമുണ്ട്. എല്ലാത്തിലും ഉണ്ട്. മുജാഹിദിൽ 3 വിഭാഗമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, SDPI ഉണ്ട്. അതിൻ്റെ പുറമെ മതസംഘടനകൾ കാദിയാനി അഹമ്മദിയാക്കൾ വേറെയുണ്ട്, അപൂർവം ഷിയാക്കളുണ്ട്. ഈ പറഞ്ഞ കൂട്ടരൊക്കെ ചേർന്നാണ്. തെരീക്കത്തുകൾ 3-4 വിഭാഗക്കാരുണ്ട്. ഇപ്പം ഈ 3-4 വിഭാഗങ്ങളിലൊക്കെയുള്ള എല്ലാ പണ്ഡിതന്മാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ധാർമ്മികതയാണ്, സത്യസന്ധതയാണ്, മനുഷ്യനെ ദ്രോഹിക്കരുത്. ഇത് ഏതായാലും ഒരു മതസംഘടനകൾക്ക് അവിടുത്തെ ചെറുപ്പക്കാരിലും വിശ്വാസികളിലും വലിയ സ്വാധീനമുണ്ട്. എന്നാൽ നമ്മുടെ ആളുകൾ ഇങ്ങനെ മദ്യം, മയക്കുമരുന്ന്, കള്ളക്കടത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് കൂടിക്കൂടി വരുന്നല്ലോ. അത് പരിഹരിക്കണം, അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. ഞാൻ വെല്ലുവിളിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എടുത്തോളൂ. രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിച്ചോട്ടെ. രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM, CPI ഉൾപ്പെടെ ജനതാദൾ, ഏത് പാർട്ടി എടുത്തോളൂ. ഞങ്ങളുടെ നേതാക്കന്മാർ ആരും, ഞങ്ങളുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും മദ്യപിക്കുന്നില്ല എന്ന് പറയാൻ ആർജവമുള്ളൊരു നേതാവ് എവിടെ? വേണ്ട. ഞാൻ മതസംഘടനകളോടൊക്കെ അത് ബാധകമാണ്. ഒരു EK വിഭാഗം സുന്നിയിൽ ഒരാൾ പോലും മദ്യപിക്കാറില്ല, AP വിഭാഗം സുന്നിയിലില്ല എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? ഒരു കുടുംബത്തിൽ, ഞങ്ങളുടെ സുന്നി കുടുംബത്തിൽ ആരും മദ്യപിക്കുന്നില്ല, അങ്ങനെ തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നല്ലോ. അത് പറയാൻ ആരും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല, ആരും കള്ളക്കടത്ത് നടത്തില്ല, തീരുമാനിക്കാൻ പറ്റുമോ? അത്ര ആർജവം ഉണ്ടോ അവർക്ക്? എന്താ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഇവരോട് ചോദിക്കാതെ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രവണത സമുദായത്തിനിടയിൽ വന്നിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ന്യായമായ സംഗതിക്ക് അനുഭാവപൂർവ്വം അല്ലെങ്കിൽ പ്രോത്സാഹനപൂർവ്വം അവരെ കൂടെ നിൽക്കേണ്ട കുറേ കാര്യങ്ങളിൽ ഇവർ വിരുദ്ധത പറഞ്ഞു. സിനിമ കാണാൻ പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല, സംഗീതം പാടില്ല. കലാമണ്ഡലത്തിൽ ചേർന്നതിന് ഉപദ്രവിച്ച കുട്ടികളുണ്ട്. 15 വയസ്സുള്ള കുട്ടി SLCയിൽ വലിയ സമ്മാനം വാങ്ങി വേദിയിലേക്ക് വരുമ്പോൾ ആട്ടി ഓടിച്ചിട്ടുണ്ട്, പൊടി എവിടുന്ന് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇവരോട് ചോദിച്ചിട്ട് വേണ്ട. ഇനിയിപ്പോൾ ഇവർ വല്ലപ്പോഴും ഒക്കെ മദ്യം ഹറാമാണെന്ന് പറയുന്നു, എന്നാൽ പിന്നെ അതൊന്ന് കുടിച്ചു നോക്കിയിട്ട് തന്നെ കാര്യം തീരുമാനം. അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ സമുദായത്തിനെ ഇവർ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത്. സമുദായത്തിൻ്റെ ധാർമ്മികതയ്ക്ക് എന്തു പറ്റി എന്ന് പരിശോധിക്കേണ്ടത് അബ്ദുറഹ്മാൻ മിനിസ്റ്റർ, പോലീസ്. അതെ, മലപ്പുറത്തിനെ വല്ലാതെ സ്നേഹിച്ച് മലപ്പുറത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ്. ആരെ കുറ്റകൃത്യങ്ങൾ നടക്കാൻ പാടില്ല. കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ലേ? ഒരു ഇല്ലാത്ത കേസ് എടുത്തോ, അത് മിനിസ്റ്റർ പറയട്ടെ, എങ്കിലും അദ്ദേഹമല്ലേ പ്രതി. അങ്ങനെയല്ലല്ലോ. കേസ് ഉള്ളിടത്ത്, കുറ്റകൃത്യങ്ങൾ നടക്കുന്നിടത്ത് കേസെടുക്കും. കുറ്റകൃത്യങ്ങൾ ചെയ്യാത്ത അത് സമൂഹത്തെ അദ്ദേഹം പറയേണ്ടത് സ്വന്തം സമുദായത്തോടാണ്. അല്ല, നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം. മലപ്പുറത്തുള്ളതും മനുഷ്യരാണ്. തീർച്ചയായും അവർക്ക് അവരെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാക്കിയെടുത്ത് കൂടുതൽ അന്യവൽക്കരിക്കരുത്. അത് ഉത്തരവാദപ്പെട്ട മന്ത്രിമാർ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു നമുക്ക് അവസാനിക്കാം. മലപ്പുറത്തുള്ളതും നമ്മുടെ സഹോദരങ്ങളാണ്. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.